ഛത്തീസ്ഗഡിൽ കാർഷിക സർവകലാശാല പരീക്ഷാ പേപ്പർ ചോർന്ന കേസിൽ പ്രൊഫസർ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായിരിക്കുന്നു. ദുർഗ് ഭാരതി അഗ്രികൾച്ചർ കോളേജ് അധ്യാപകൻ യോഗേഷ് സോങ്കേസരെയാണ് അറസ്റ്റിലായത്. സീൽ ചെയ്ത കവറിൽ ചെറിയ തുളയുണ്ടാക്കി എൻഡോസ്കോപ്പ് ക്യാമറ ഉപയോഗിച്ചാണ് ചോദ്യങ്ങൾ പകർത്തിയത്. 11,000 രൂപയ്ക്ക് ചോദ്യങ്ങൾ വിറ്റുവെന്നും പോലീസ് കണ്ടെത്തി. 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ പരീക്ഷ നടത്താൻ വലിയ സാങ്കേതിക സഹായമൊന്നും ഉപയോഗിക്കുന്നില്ല എങ്കിലും പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്താൻ വൻ സാങ്കേതിക സംവിധാനമാണല്ലോ. ഉറപ്പായും അങ്ങനെയാണ് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഛത്തീസ്ഗഡ് ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമാണ്, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 20-നാണ് BSc അഗ്രികൾച്ചർ പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ ചോരുന്നത്. പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുൻപ് ചോദ്യപേപ്പർ വാട്സപ്പുകളിലൂടെ പ്രചരിക്കുകയായിരുന്നു. ഒരു ചോദ്യപേപ്പറുകൾ പ്രചരിച്ചു. അതിൽ 70% ഈ പരീക്ഷയ്ക്കുള്ളതായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. വലിയ പ്രതിഷേധമുണ്ടായി. പരീക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ഒരു മുഖ്യ സൂത്രധാരനെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുൾപ്പെടെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡ് പോലീസ്. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ള അന്വേഷണത്തിലാണ്. ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചുമതലയുണ്ടായിരുന്ന ഒരു പ്രൊഫസറുടെ ഈ പങ്കാളിത്തം, ഈ മുഖ്യ സൂത്രധാരനായ പ്രൊഫസറുടെ പങ്കാളിത്തം പോലീസ് കണ്ടെത്തുന്നത്. ദുർഗ് ഭാരതി അഗ്രികൾച്ചർ കോളേജ് അധ്യാപകൻ യോഗേഷിനെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ യോഗേഷ് സൂചി ഉപയോഗിച്ച് ഈ കവറിൽ ചെറിയ ദ്വാരമുണ്ടാക്കിയിരുന്നു. അതിനുശേഷം എൻഡോസ്കോപ്പ് ക്യാമറ ഉപയോഗിച്ച് ചോദ്യങ്ങൾ പകർത്തി അതിലൂടെ അകത്തേക്ക് ക്യാമറ കടത്തിവിടുകയും പിന്നീട് ഈ ചോദ്യങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് 11,000 രൂപയ്ക്കാണ് വിറ്റത് എന്ന കണ്ടെത്തൽ കൂടി ഛത്തീസ്ഗഡ് പോലീസിൻ്റെതായി പുറത്തു വരുന്നുണ്ട്. കേസിൽ 2 പേർ ഒളിവിലാണ്. ഈ പ്രൊഫസർ അടക്കം, മുഖ്യ സൂത്രധാരനായ പ്രൊഫസർ അടക്കം 6 പേരെയാണ് ഛത്തീസ്ഗഡ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ 2 പേർ ഒളിവിലാണ് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഛത്തീസ്ഗഡ് കാർഷിക സർവകലാശാലയിലെ ചോദ്യപേപ്പർ ഈ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന അധ്യാപകന്റെ നേതൃത്വത്തിൽ തന്നെ ചോർത്തിയെടുത്തത്. മാധു.